ഹലോ ഫ്രണ്ട്സ്, മോസ്കിറ്റോ കോയിൽ, സാമ്പ്രാണിത്തിരി, കർപ്പൂരം എന്നിവയൊക്കെ നമ്മുടെ പലരുടെയും വീടുകളിലെ നിത്യോപയോഗ വസ്തുക്കളാണല്ലേ. അതുപോലെ തന്നെ സാമ്പ്രാണിത്തിരി, കർപ്പൂരം എന്നിവ ആരാധനാലയങ്ങളിൽ ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെടുന്നവയുമാണ്. ഇന്ന് ഫാക്ടറി ടി വി മോസ്കിറ്റോ കോയിൽ, സാമ്പ്രാണിത്തിരി, കർപ്പൂരം എന്നിവയുടെ ഫാക്ടറി മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ടൈം ഒട്ടും പാഴാക്കാൻ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്കിറ്റോ കോയിൽ മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ്. ഓക്കെ, ലോകത്ത് ഏറ്റവും അധികം ആളുകളെ മരണത്തിലേക്ക് നയിക്കുന്ന ജീവി ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മളൊക്കെ നിസ്സാരക്കാരനാണെന്ന് കരുതുന്ന കൊതുകുകളാണ് ആ ഭീകരജീവി മോസ്കിറ്റോസ്. കൊതുക് പരത്തുന്ന രോഗങ്ങൾ മൂലം പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് മരണമടയുന്നത്. കൊതുക് കടിക്കുന്നതിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് നാം പല വസ്തുക്കളും ഉപയോഗിക്കാറുണ്ടല്ലേ. എന്നാൽ കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമെന്ന നിലയിൽ കൊതുക് തിരി ഇന്നും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊതുക് തിരിയുടെ ജനനത്തിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. ജപ്പാനിൽ നിന്നും പൂക്കളുടെ വിത്തുകൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു ഈച്ചിരോ ഉയമ. ഒരിക്കൽ അദ്ദേഹം എക്സ്പോർട്ട് ചെയ്ത വിത്തുകളിൽ നിന്നും മുളച്ച ഒരു സസ്യത്തിന് കീടങ്ങളെ അകറ്റി നിർത്താനുള്ള കഴിവുണ്ട് എന്ന വിവരം ഉയമ അദ്ദേഹത്തിന്റെ അമേരിക്കയിലെ സുഹൃത്തിൽ നിന്നും അറിയാനായിട്ടിടയായി. ക്രൈസാന്തിമം കുടുംബത്തിൽപ്പെട്ട തനേസിറ്റിയം സിനറേറി ഫോളിയം എന്ന ചെടിയായിരുന്നു അത്. ഇവയിലുണ്ടാകുന്ന പൂവുകൾ കാഴ്ചയിലും വളരെ മനോഹരമാണ്. ഈ പൂക്കൾ ഉണക്കി പൊടിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന പ്രകൃതിദത്ത കീടനാശിനിയാണ് പൈറേത്രം. ഉയമ ഈ പൂവിനെ കീടങ്ങളെ നശിപ്പിക്കുന്ന കൈസ്രാന്തിമം എന്നർത്ഥം വരുന്ന ജോ ചുഗിഗു എന്ന പേരിൽ വിളിക്കുകയും പൂക്കൾ ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഉയമ പൈറേത്രം കലർന്ന ചന്ദനത്തിരികൾ നിർമ്മിച്ചു. പക്ഷേ അവ വേഗത്തിൽ കത്തിത്തീരുന്നുവെന്ന പ്രശ്നം ഉയമയ്ക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ തന്റെ ഭാര്യയായിട്ടുള്ള യുക്കിയുടെ നിർദ്ദേശപ്രകാരം 1895 പൈറേത്രം കലർന്ന നീളമേറിയതും കോയിൽ ആകൃതിയിലുമുള്ള ചന്ദനത്തിരികൾ നിർമ്മിച്ചതോടെയാണ് കൊതുകുതിരി ജന്മം കൊണ്ടത്. വൈകാതെ തന്നെ ഉയമയുടെ കൊതുകുതിരി ഹിറ്റായിട്ട് മാറി. 1957 വരെ കൊതുകുതിരികൾ കൈകൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. അതിനുശേഷം യന്ത്ര സഹായത്തോടെ കൊതുകുതിരികൾ നിർമ്മിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ഈ കൊതുകുതിരി എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത്? മാനുഫാക്ചറിംഗിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത ഘട്ടം ഈ കോയിൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മിശ്രിതം തയ്യാറാക്കുക എന്നതാണ്. ഇതിനുവേണ്ടി ചിരട്ടപ്പൊടി, അറുക്കപ്പൊടി, മരച്ചീനിപ്പൊടി, ലിഡ്സിയ ഗ്ലൂട്ടനോസ മരത്തിന്റെ തടിയും ഇലയും പൊടിച്ച് തയ്യാറാക്കിയ ജ്യൂസ് പൗഡർ എന്നിവ ലിഡ്സിയ ഗ്ലൂട്ടനോസ മരക്കാരത്തിൽ നിന്നുണ്ടാക്കുന്ന പശയുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുന്നു. അടുത്തായിട്ട് ഈ മിശ്രിതത്തിലേക്ക് മെറ്റോഫ്രൂത്തിൻ എന്ന പൈറേത്രം ഏജന്റ് ചേർക്കുന്നു. മെറ്റോഫ്രൂത്തിന്റെ നീരാവി കൊതുകുകളുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. എന്നാൽ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നതിനാൽ മെറ്റോഫ്രൂത്തിൻ മനുഷ്യന് യാതൊരു അപകട ഭീഷണിയും ഉയർത്തുന്നില്ല. അടുത്തതായിട്ട് തയ്യാറാക്കപ്പെട്ട മിശ്രിതം ഒരു കൺവെയർ ബെൽറ്റിലൂടെ നീക്കി മെഷീൻ സഹായത്തോടെ 4 മില്ലിമീറ്റർ കനമുള്ള ഷീറ്റുകളാക്കി മാറ്റി തുല്യ അളവിൽ മുറിച്ചെടുക്കുന്നു. അതിനുശേഷം മുറിച്ചെടുത്ത ഓരോ ഷീറ്റും ഒരു സ്റ്റാമ്പിംഗ് മെഷീനിന്റെ സഹായത്തോടെ മോസ്കിറ്റോ കോയിലിന്റെ ആകൃതിയിൽ മുറിച്ചെടുക്കുന്നു. ഓരോ ഷീറ്റിൽ നിന്നും 7 മോസ്കിറ്റോ കോയിലുകളാണ് മുറിച്ചെടുക്കുന്നത്. മുറിച്ചെടുത്തതിന് ശേഷം അവശേഷിക്കുന്ന ഷീറ്റ് തിരികെ ഒരു കൺവെയർ ബെൽറ്റ് വഴി ആദ്യ ഘട്ടത്തിലേക്ക് പോവുകയും വീണ്ടും ഷീറ്റ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുകയും ചെയ്യും. മുറിച്ചെടുത്ത കോയിലുകളെ ശേഖരിച്ച് അടുത്ത ഘട്ടത്തിൽ ഒരു ഡ്രെയിൻ ചേമ്പറിൽ 5.5 മണിക്കൂർ നേരം ഉണങ്ങാനായിട്ട് അനുവദിക്കുന്നു. മോസ്കിറ്റോ കോയിലുള്ള നനവ് പൂർണ്ണമായിട്ട് മാറുന്നതിനും കോയിലുകൾ ദൃഢമാകുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡ്രെയിൻ ചേമ്പറിൽ നിന്നും പുറത്തിറങ്ങുന്ന കോയിലുകൾ വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തി കേടുപാടുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു കൺവെയർ ബെൽറ്റിന്റെ സഹായത്തോടെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പാക്കിംഗ് ലൈനിലേക്ക് അയക്കുന്നു. പാക്കിംഗ് ലൈനിന്റെ ഫസ്റ്റ് ട്രിപ്പിൽ കോയിലുകൾ 5 വീതമുള്ള സ്റ്റാക്കുകളാക്കി മാറ്റുന്നു. അതിനുശേഷം കൺവെയർ ബെൽറ്റുകളിലൂടെ ചലിക്കുന്ന അവയുടെ മുകളിൽ ഫാക്ടറി ജീവനക്കാർ മോസ്കിറ്റോ കോയിലിന്റെ സ്റ്റാൻഡ് വയ്ക്കുന്നു. 5 കോയിലുകളും മെറ്റൽ സ്റ്റാൻഡും ഉൾപ്പെടുന്ന സ്റ്റാക്ക് അടുത്ത ഘട്ടത്തിൽ പ്ലാസ്റ്റിക് ഫിലിം കൊണ്ട് പൊതിഞ്ഞ് കവർ ചെയ്യുന്നു. കോയിലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കുവാനും കോയിലുകളുടെ സ്വാഭാവിക മണം നഷ്ടപ്പെടാതിരിക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കവറിംഗ് കോയിലുകൾക്ക് നൽകുന്നത്. കവറുകളിലാക്കിയിട്ടുള്ള കോയിലുകളെ ഒരു റോബോട്ടിക് ആർമിന്റെ സഹായത്തോടെ പാക്കറ്റുകളിൽ നിറച്ച് പാക്കറ്റുകൾ സീൽ ചെയ്യുന്നതോടെ മോസ്കിറ്റോ കോയിലുകൾ വിപണിയിലെത്തുവാൻ തയ്യാറാകുന്നു. പുറത്തെയും അകത്തെയും കവറിങ്ങുകൾ കേടുകളൊന്നും സംഭവിച്ചില്ല എങ്കിൽ മോസ്കിറ്റോ കോയിലുകൾ ഏകദേശം ഒരു 10 വർഷത്തോളം കേടുകൂടാതെ ഇരിക്കും. അടുത്ത് നമ്മൾ മിക്ക മതങ്ങളുടെയും ദൈവാരാധനാ ചടങ്ങുകളിൽ ഇടം പിടിക്കുന്ന ആരാധനാ വസ്തുവായിട്ടുള്ള സാമ്പ്രാണിത്തിരി അല്ലെങ്കിൽ ചന്ദനത്തിരികളുടെ നിർമ്മാണത്തെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം സാമ്പ്രാണിത്തിരിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിക്കുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സാമ്പ്രാണിത്തിരിയുടെ സ്റ്റിക്ക് നിർമ്മിക്കുന്നതിന് മുളയുടെ തണ്ടാണ് ഉപയോഗിക്കുന്നത്. ആദ്യം മുളമരത്തിന്റെ തണ്ട് ഒരു ടേബിൾ കട്ടിംഗ് മെഷീന്റെ സഹായത്തോടെ ഒരേ അളവിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നു. അടുത്തതായിട്ട് മുറിച്ചെടുത്ത കഷ്ണങ്ങളെ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവൽ സ്പ്ലിറ്റർ ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നു.
മുറിച്ചെടുത്ത കഷ്ണങ്ങൾ സൂര്യപ്രകാശത്തിൽ നന്നായിട്ട് ഉണക്കിയെടുത്ത പ്രോസസ്സാണ് അടുത്തതായിട്ട് നടക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ഒരു പ്രത്യേകതരം സ്പ്ലിറ്റിംഗ് മെഷീനിന്റെ സഹായത്തോടെ മുറിച്ചെടുത്ത് നന്നായിട്ട് ഉണക്കി മുളന്തണ്ടുകളുടെ അകമയുള്ളതും പുറമേയുള്ളതുമായിട്ടുള്ള തൊലി നീക്കം ചെയ്യുന്നു. ഇങ്ങനെ തൊലി കളഞ്ഞ മുളന്തണ്ടുകളെ ബാംബു സ്ലീവർ എന്നാണ് പറയുന്നത്. ഈ ബാംബു സ്ലീവറുകളെ അടുത്ത ഘട്ടത്തിൽ യന്ത്ര സഹായത്തോടെ സാമ്പ്രാണിത്തിരികൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ കനം കുറഞ്ഞതും ഉരുണ്ടതുമായിട്ടുള്ള രൂപത്തിൽ മുറിച്ചെടുക്കുന്നു. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന മുളന്തണ്ടിനെ ബാംബു ഫിലമെന്റ് എന്നാണ് പറയുന്നത്. മുറിച്ചെടുത്ത ബാംബു ഫിലമെന്റുകളെ ഒരു പ്രത്യേകതരം പോളിഷിംഗ് മെഷീൻ ഉപയോഗിച്ച് പോളിഷ് ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കുന്നതാണ് അടുത്ത ഘട്ടം. പോളിഷ് ചെയ്ത ബാംബു ഫിലമെന്റുകളെ അതിന്റെ ബലവും നിറവും വലുപ്പവും അനുസരിച്ച് മെഷീൻ സഹായത്തോടെയും മാനുവലായിട്ടും സോർട്ട് ചെയ്തെടുക്കുന്ന ഘട്ടമാണ് അടുത്തത്. സോർട്ടിങ്ങിന് ശേഷം അവയെ ഒരേപോലെയുള്ള ബണ്ടിലുകളാക്കി മാറ്റുന്നു. ഈ ബണ്ടിലുകളെ ഒരു ടേബിൾ ടോപ്പ് കട്ടറിന്റെ സഹായത്തോടെ ആവശ്യമുള്ള അളവിൽ മുറിച്ചെടുത്ത് പാക്ക് ചെയ്ത് സാമ്പ്രാണിത്തിരി നിർമ്മിക്കുന്ന യൂണിറ്റിലേക്ക് അയക്കുന്നു. ഇനി സാമ്പ്രാണിത്തിരി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു സാമ്പ്രാണിത്തിരിയുടെ ഭാരം അനുസരിച്ച് അതിൽ 21% വുഡ് ഹെർബൽ പൗഡറുകളും 35% സുഗന്ധദ്രവ്യങ്ങളും 11% അഡ്ഹസീവ് പൗഡറും 33% ബാംബു സ്റ്റിക്കുമാണ് ഉള്ളത്. ആദ്യം സാമ്പ്രാണിത്തിരി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പൗഡറുകൾ ഗ്രൈൻഡ് ചെയ്ത് തയ്യാറാക്കിയെടുക്കുന്നു. ചാർക്കോൾ പൗഡർ, ഹെർബൽ പൗഡർ, വുഡ് പൗഡർ, അഡ്ഹസീവ് പൗഡർ എന്നിവയാണ് പ്രധാനമായിട്ടും സാമ്പ്രാണിത്തിരി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പൗഡറുകൾ എന്ന് പറയുന്നത്. അടുത്തായിട്ട് ഈ പൗഡറുകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പൗഡർ നല്ലതുപോലെ അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നു. ഇനി അടുത്തതായിട്ട് ബ്ലെൻഡിംഗ് പ്രോസസ് ആണ്. ഈ ഘട്ടത്തിൽ ചന്ദനത്തിരിക്ക് ആവശ്യമായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ തിരഞ്ഞെടുത്ത് അവ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത സുഗന്ധദ്രവ്യങ്ങളും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചാർക്കോൾ പൗഡറും അഡ്ഹസീവ് പൗഡറും മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് പേസ്റ്റ് ആക്കുന്ന പ്രോസസ്സാണ് അടുത്തത്. യന്ത്ര സഹായത്തോടെയാണ് ഇത് പൂർത്തിയാക്കുന്നത്. അടുത്തായിട്ട് ഹെർബൽ പൗഡർ, വുഡ് പൗഡർ എന്നിവ മെഷീൻ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുന്നു. തയ്യാറാക്കിയ പേസ്റ്റ് വുഡ്, ഹെർബൽ പൗഡറും ബാംബു സ്റ്റിക്കുകളും അടുത്തതായിട്ട് ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് കൈമാറുന്നു. അവർ മാനുവലായിട്ട് കരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പേസ്റ്റും പൗഡറും ബാംബു സ്റ്റിക്കിൽ ഉറപ്പിക്കുന്നത്. മണിക്കൂറിൽ ഏകദേശം 400 സാമ്പ്രാണിത്തിരികളാണ് ഓരോ തൊഴിലാളിയും നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിനിടയിൽ തന്നെ സൂപ്പർവൈസർമാർ സാമ്പ്രാണിത്തിരികളുടെ നിർമ്മാണ ഗുണനിലവാരം ഉറപ്പുവരുത്തും. നിർമ്മാണം പൂർത്തിയാകുന്ന സാമ്പ്രാണിത്തിരികൾ അടുത്തതായിട്ട് ഉണങ്ങാനായിട്ട് അനുവദിക്കുന്നു. ഉണങ്ങിയതിനു ശേഷം ഒരിക്കൽ കൂടി സാമ്പ്രാണിത്തിരികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം സാമ്പ്രാണിത്തിരി എണ്ണ അനുസരിച്ചും തൂക്കം അനുസരിച്ചും പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നതിന് തയ്യാറാക്കുന്നതോടെ സാമ്പ്രാണിത്തിരിയുടെ ഫാക്ടറി മാനുഫാക്ചറിംഗ് പ്രോസസ്സ് പൂർത്തിയാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സാമ്പ്രാണിത്തിരി പോലെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആരാധനാ വസ്തുവാണ് കർപ്പൂരം. കാംഫർ ലോറൽ മരത്തിൽ നിന്നാണ് കർപ്പൂരം നിർമ്മിക്കുന്നത്. ഓക്കെ, സിന്നമോമും കംഫോർ എന്നാണ് ഈ മരത്തിന്റെ ശാസ്ത്രീയ നാമം. ഓക്കെ, ഒന്നുകൂടി പറയുന്നു, സിന്നമോമും കംഫോർ എന്നാണ് ഈ മരത്തിന്റെ ശാസ്ത്രീയ നാമം. തെക്കൻ ജപ്പാൻ, തെക്ക് കിഴക്കൻ ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിൽ സ്വാഭാവികമായിട്ട് ഇവ കാണപ്പെടുന്നു. അപ്പോൾ ഇനി കർപ്പൂരം എങ്ങനെയാണ് നിർമ്മിക്കുക നമുക്ക് നോക്കാം. കർപ്പൂര മരത്തിന്റെ ശിഖരങ്ങളും തടിയും മുറിച്ചെടുത്ത് ചെറു കഷ്ണങ്ങളാക്കി മാറ്റുക എന്നതാണ് കർപ്പൂര നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. ഈ ചെറു കഷ്ണങ്ങളെ ചിപ്സ് പോലെ വീണ്ടും മുറിച്ചെടുത്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിൽ നിക്ഷേപിച്ച് വെള്ളം ഉപയോഗിച്ച് പാകം ചെയ്ത് പേസ്റ്റ് പരുവത്തിലേക്ക് മാറ്റുന്നു. പേസ്റ്റ് ആക്കിയതിനു ശേഷം അതിൽ നിന്നും കർപ്പൂര എണ്ണയും പേസ്റ്റും വേർതിരിച്ചെടുക്കുന്നു. ഈ പേസ്റ്റിനെ നന്നായിട്ട് ഉണങ്ങിയ ശേഷം മെഷീൻ ഉപയോഗിച്ച് പിടിച്ചത് കർപ്പൂരപ്പൊടി തയ്യാറാക്കുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്ന കർപ്പൂര പൗഡർ ഒരു പ്രത്യേക മെഷീനിന്റെ സഹായത്തോടെ പല ആകൃതിയിലുള്ള കർപ്പൂര ടാബ്ലറ്റുകളാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. കർപ്പൂര പൗഡർ മെഷീനിൽ നിക്ഷേപിച്ച് കഴിയുമ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള രൂപത്തിലും വലിപ്പത്തിലും കർപ്പൂര ടാബ്ലറ്റുകൾ തയ്യാറാക്കുന്നു. ഇങ്ങനെ പല ആകൃതിയിലും വലിപ്പത്തിലും തയ്യാറാക്കുന്ന കർപ്പൂര ടാബ്ലറ്റുകൾ യന്ത്ര സഹായത്തോടെ തന്നെ വൃത്തിയായിട്ട് പാക്ക് ചെയ്യുന്നതോടെ കർപ്പൂരം വിപണിയിൽ എത്തുവാൻ തയ്യാറാവുകയാണ്. കർപ്പൂര പൗഡർ ഇന്ന് റെഡിമെയ്ഡ് ആയിട്ട് വിപണിയിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ കർപ്പൂര ടാബ്ലറ്റുകൾ നിർമ്മിക്കുന്ന മെഷീനുകൾ ഉപയോഗിച്ചുള്ള ചെറുകിട വ്യവസായങ്ങൾ ധാരാളമായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മോസ്കിറ്റോ കോയിലും സാമ്പ്രാണിത്തിരിയും കർപ്പൂരവും ഒക്കെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ലേ? ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉത്തമമായ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ മറക്കാതെ എഴുതി അറിയിക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും തിരിച്ചു വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.